സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിസം അല്ലേ, മെക്കാനിസം ഓഫ് എ ഷേപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസം അല്ലേ, പല രീതിയിൽ ഷേപ്പിംഗ് മെക്കാനിസം, ഷേപ്പർ എന്ന് പറയുന്ന മെഷീനിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിസം ആണ് നമ്മൾ നോക്കിയത്. ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ആയിട്ട് നോക്കിയത് എന്താ, ഫീഡ് മെക്കാനിസം അല്ലേ, ഹൗ എ ഫീഡ് ഈസ് ഗിവൺ ഡ്യൂറിങ് മെഷീനിങ് എ പെർട്ടിക്കുലർ സർഫേസ് ഇൻ എ ഷേപ്പർ അല്ലേ. ഇനി നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, അതായത് ഷേപ്പറിൽ എങ്ങനെയൊക്കെ വർക്ക് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഷേപ്പറിൽ ഷേപ്പിംഗ് മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൗ വി ആർ ഗോയിങ് ടു ഹോൾഡ് ഡിഫറെൻറ്റ് വേ ഓഫ് ഹോൾഡിങ് ദ വർക്ക്. ഓക്കെ, സോ എന്തൊക്കെ ടൈപ്പാണുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ക്ലാമ്പിംഗ് ഓൺ എ വൈസ്. നമുക്കൊരു വൈസിൽ വേണമെങ്കിൽ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത് ക്ലാമ്പിംഗ് ഡയറക്ട്ലി ഓൺ എ ടേബിൾ, clamping on the angle plate, clamping over a V block, then fixtures, different types of fixtures, even parallel strips വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സോളിഡ് സപ്പോർട്ട് കിട്ടും. ഓക്കെ, പാരലൽ സ്ട്രിപ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു ഗിവ് എ സോളിഡ് സപ്പോർട്ട്. സോ പാരലൽ സ്ട്രിപ്സ് നമുക്ക് യൂസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. നമുക്ക് ജസ്റ്റ് ഓരോന്നിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഷേപ്പർ വൈസ് ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ ഷേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഷേപ്പറിൻ്റെ വൈസ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് വിൽ ഹാവ് എ സ്വേൽ വേസ്, ഒരു മൂവബിൾ ജോ ഉണ്ടാവും, ഒരു ഫിക്സഡ് ജോ ഉണ്ടാവും. മൂവബിൾ ജോന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ സെറ്റപ്പ് ഉണ്ടാവും. സോ ദിസ് clamping on a vise are used for holding and locating small or regular shaped work pieces. Actually നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ clamping on a vise. Okay, used for holding regular shaped work pieces. Body of the vise is swelled to a required angle. Okay, swell beings വെച്ചിട്ട് നമ്മൾ റിക്വയർഡ് ആംഗിളിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് ഇസ് ക്ലാമ്പിംഗ് ഓൺ എ വൈസ്. ഇനി ക്ലാമ്പിംഗ് ഡയറക്ട്ലി ഓൺ എ ടേബിൾ അല്ലേ, ഡയറക്ട്ലി ഓൺ എ ടേബിളിൽ ക്ലാമ്പ് ചെയ്യുന്നത് ടീ ബോൾട്ട് അല്ലേ ആൻഡ് സ്ട്രാപ്പ് ക്ലാമ്പ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് യൂസിങ് എ ടീ ബോൾട്ട് ആൻഡ് സ്ട്രാപ്പ് ക്ലാമ്പ് വി ക്യാൻ ജസ്റ്റ് ഹോൾഡ് ദ വർക്ക് പീസ്. അതായത് നമുക്കൊരു സ്റ്റെപ്പ് ബ്ലോക്ക് ഉണ്ടാവും അല്ലേ, ഒരു ടീ ബ്ലോക്ക് ഉണ്ട് അല്ലേ, കാണാൻ പറ്റുന്നില്ലേ, ടേബിളിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ വർക്ക്. അപ്പോൾ ഒരു ടീ ബോൾട്ട് ആൻഡ് സ്ട്രാപ്പ് ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ദെൻ ക്ലാമ്പിംഗ് ഡയറക്ട്ലി ഓൺ ദ ടേബിളിൽ അടുത്ത മെത്തേഡാണ് ഞാൻ പറഞ്ഞത് പാരലൽ സ്ട്രിപ്സ് അല്ലേ, യൂസിങ് സ്ട്രിപ്സ് ആൻഡ് സ്റ്റോപ്പ് പോയിന്റ്സ്. ബൈ യൂസിങ് ഡിഫറെൻറ്റ് ഒരു സ്റ്റോപ്പ് പോയിന്റ്സും ഡിഫറെൻറ്റ് സ്ട്രിപ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് വിൽ ഹാവ് എ ബോൾട്ട്, ദെൻ സ്റ്റോപ്പ് പോയിന്റ്സ്, വൺ സൈഡ് ഒരു ടേബിൾ ഉണ്ടാവും അല്ലേ, നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും യൂസിങ് ഓഫ് സ്റ്റോപ്പ് പോയിന്റ്സ്. ഓക്കെ, ഇനി യൂസിങ് എ വെഡ്ജ് സ്ട്രിപ്പ് സ്റ്റോപ്പ് പോയിന്റ്സ് യൂസ്ഡ് ഫോർ ഹോൾഡിങ് ലാർജ് സിലിണ്ടറിക്കൽ വർക്ക് പീസസ്. വളരെ അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ വർക്ക് പീസസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബൈ ക്ലാമ്പിംഗ് ഡയറക്ട്ലി ഓൺ ദ ടേബിൾ ഇറ്റ് സെൽഫ് യൂസിങ് എ വെഡ്ജ് സ്ട്രിപ്പ് ആൻഡ് സ്റ്റോപ്പിംഗ്. ഓക്കെ, പാരലൽ സ്ട്രിപ്പും വെഡ്ജ് സ്ട്രിപ്പും ഉണ്ട്. വെഡ്ജ് സ്ട്രിപ്പ് ബൈ യൂസിങ് ഒരു വെഡ്ജ് ബ്ലോക്ക് സ്പേസ് ബിറ്റ്വീൻ ദ വർക്ക് ആൻഡ് സ്റ്റോപ്പിംഗ്. ഈ ഒരു സ്റ്റോപ്പ് പിന്നിൻ്റെയും വർക്കിൻ്റെയും നടുവിൽ നമുക്കൊരു വെഡ്ജ് ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ദെൻ ക്ലാമ്പിംഗ് ഡയറക്ട്ലി ഓൺ ആൻ ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ആംഗിൾ പ്ലേറ്റ് യൂസ്ഡ് ടു ക്ലാമ്പ് വർക്ക് പീസ് ഫോർ ഇറഗുലർ ഷേപ്പ് ആൻഡ് ഹാങ്ങിങ് ഹോൾസ്. സാധാരണ ഒരു ഇറഗുലർ ഷേപ്പ്
വിത്ത് ഹോൾസ് ഉള്ള ഷേപ്പിലാണ് നമ്മൾ ആംഗിൾ പ്ലേറ്റ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുന്നത്. ഹോൾഡിങ്ങിൻ്റെ മെത്തേഡാണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, വർക്ക് ഉണ്ടാവും, ഒരു ആംഗിൾ പ്ലേറ്റ് വെച്ച് ഹോൾഡ് ചെയ്യുന്നതാണ്. ആംഗിൾ പ്ലേറ്റ് ഈസ് ക്ലാംപ്ഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ടേബിൾ ബൈ ടീ ബോൾട്ട്. നമ്മൾ ടീ ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ആംഗിൾ പ്ലേറ്റ് വിത്ത് അലോങ് വിത്ത് ദ ടീ ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഒരു വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ വി ബ്ലോക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ട ഒരു സാധനമാണ് അല്ലേ, വി ബ്ലോക്ക് വിത്ത് യു ക്ലാമ്പ് അല്ലേ, ഒരു ക്ലാമ്പ് വിത്ത് വി ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ വി ബ്ലോക്കിൽ നമ്മൾ ചെറിയ വളരെ ചെറിയ സിലിണ്ടറിക്കൽ വർക്ക് പീസസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ക്ലാമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലേ വി ബ്ലോക്ക് എന്ന് പറയുന്നത്. ക്ലാമ്പിംഗ് ഓവർ എ വി ബ്ലോക്ക് എന്ന് പറയും. നിങ്ങൾ ഈ കാണുന്ന ഫിഗറിലാണ് വി ബ്ലോക്ക് കാണാൻ പറ്റുന്നത്. ദെൻ യു ഹാവ് എ യു ക്ലാമ്പ്. So, ഒരു സ്ക്രൂ വിത്ത് യു ക്ലാമ്പ് മെക്കാനിസം വിത്ത് along with the V block we can hold small cylindrical work pieces. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആംഗിൾ പ്ലേറ്റ് പൊതുവെ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, കാസ്റ്റ് അയൺ, ദീസ് ആർ ഓൾ വി ബ്ലോക്ക്, കാസ്റ്റ് അയണോ അല്ലെങ്കിൽ സ്റ്റീൽ. ആംഗിൾ പ്ലേറ്റ് കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ലൈക്ക് വൈസസ്, പാരലൽ ഓർ വെഡ്ജ് സ്ട്രിപ്സ്, ക്ലാംസ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്ക്. ഈ ഒരു സെറ്റപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഷേപ്പിംഗ് ടൂൾസ്. നമ്മളൊരു ഷേപ്പറിൽ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് അല്ലേ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ഇൻ എ ഷേപ്പർ, റൈറ്റ്. അപ്പം ഷേപ്പർ ടൂൾസ് ആർ മോർ റിജിഡ് ആൻഡ് ഹെവിയർ ടു വിത്ത്സ്റ്റാൻഡ് ദ ഷോക്ക് ലോഡ് ആക്ടിങ് ഓൺ ദ ടൂൾ. നമ്മുടെ ഷേപ്പറിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇറ്റ് വിൽ ബി മോർ റിജിഡ് ആൻഡ് ഹെവിയർ to withstand the shock load. According to the shape, there are different types of shaping tool. According to the direction of cutting, we can say it as left hand and right hand. According to the finish required, we can say it as roughing and finishing tool. അപ്പം നമുക്ക് ഷേപ്പിംഗ് ടൂൾസിനെ ഡിഫറെൻറ്റ് രീതിയിൽ പറയാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പിംഗ് ടൂൾസ് ഉണ്ട്. എല്ലാം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെ, പക്ഷേ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൽ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ വരുന്ന കട്ടിംഗ് ടൂൾസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്ട്രെയിറ്റ് ക്രാങ്ക്ഡ് ഓർ ഗൂസ് നെക്കഡ്. അതായത് നമ്മുടെ ഷേപ്പറിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ലൈക്ക് സ്ട്രെയിറ്റ് ടൂൾ, ക്രാങ്ക്ഡ് ടൂൾ ആർ ഗൂസ് നെക്കഡ് ടൂൾ. അപ്പം നെക്കിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് ദ കട്ടിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് കട്ടിംഗ് ആൻഡ് റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ടൂൾ. അതായത് ടൂളിൻ്റെ ഡയറക്ഷൻ ഓഫ് കട്ടിങ്ങിനനുസരിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ ഫിനിഷ് റിക്വയർഡ് റഫിംഗ് ടൂൾ ആൻഡ് ഫിനിഷിംഗ് ടൂൾ. അതായത് മെറ്റീരിയൽ റിമൂവിങ് എന്നുള്ള രീതിയിലാണ് റഫിംഗ് ടൂളും ഫിനിഷിംഗ് ടൂളും വരുന്നത്. അതായത് എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. മെറ്റൽ റഫ്ലി ആയിട്ട് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ റഫിംഗ് ടൂൾ എന്ന് പറയും. ഫിനിഷിംഗ് ടൂൾ ആക്ച്വലി ആർ യൂസ് ടു ഗിവ് ഫിനിഷ് കട്ട് ഓൺ ദ വർക്ക് പീസ്. ഒരു വർക്ക് പീസിൽ ഫിനിഷ് കട്ട് കൊടുക്കാനുള്ളതാണ് നമ്മൾ ഫിനിഷിംഗ് ടൂളായിട്ട് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്, ഡൗൺ കട്ടിംഗ് ടൂൾ, പാർട്ടിംഗ് ഓഫ് ടൂൾ, സ്ക്വയർ ടൂൾ അല്ലേ, നമ്മളിത് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. കട്ടിംഗ് ഓഫ് ഡൗൺ കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കട്ടിംഗ് ഡൗൺ കട്ടിംഗ് ടൂള്. പാർട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പാർട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഓർമ്മയില്ലേ. അതായത് ഒരു വലിയൊരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് ആണെങ്കിൽ ആ സിലിണ്ടറിക്കൽ വർക്ക് പീസിന്റെ രണ്ടായിട്ട് അല്ലേ പാർട്ട് ചെയ്യുക, പാർട്ടിംഗ് ഓഫ് അല്ലെ, സ്ക്വയറിംഗ് ടൂൾ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ ഉണ്ട്. According to the shape of the cutting edge, there are round nose tool and square nose tool. Round nose tool ഉണ്ട്, square nose tool ഉണ്ട്. സോ ഇത്രയും ടൂൾസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് എന്ന് പറയുന്നത് ഷേപ്പിംഗ് ടൂൾസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്.
സോ യു ക്യാൻ സീ ലൈക്ക് റൗണ്ട് നോസ് ടൂൾ, റഫിംഗ് ടൂൾ, ഫിനിഷിംഗ് ടൂൾ ഉണ്ടോ, വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? സൈഡ് റെസസിങ് ടൂൾ, സ്ലോട്ട് കട്ടിംഗ് ടൂൾ, ഗൂസ് നെക്ക് ടൂൾ ഉണ്ടോ, ഗൂസ് നെക്കിന് ടൂളിന്റെ നെക്ക് ഒരു ഗൂസിന്റെ മോഡൽ, അതിനെയാണ് നമ്മൾ ഗൂസ് നെക്ക് ടൂൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഷേപ്പിംഗ് ടൂൾസ്, പല രീതിയിലുള്ള ഷേപ്പിംഗ് ടൂൾസ്. സോ ഷേപ്പിംഗ് ടൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദിസ് മച്ച്. റഫിംഗ് അല്ലെങ്കിൽ ഫിനിഷിങ്, സ്ട്രെയിറ്റ്, ക്രാങ്ക്, നെക്ക്ഡ്, പല രീതിയിൽ നെക്കുള്ളത്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ എങ്ങോട്ട് ഫെഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ഈസ് ഫെഡ് അവേ ഫ്രം ദ ഓപ്പറേറ്റർ, റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ. ആ ഒരു രീതിയിലാണ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സ്ലോട്ട് കട്ടിങ് ആൻഡ് പാർട്ടിങ് ഓഫ് എന്ന് പറയുന്നത് സാധാരണ ഗ്രൂസ്, സ്ലോട്ട്സ് കാര്യങ്ങളൊക്കെ ഒരു വർക്ക് പീസിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ടൂൾ, അത്രേ ഉള്ളൂ. സോ ഷേപ്പർ ടൂൾസ് ആർ ബിറ്റ് കുറച്ചുകൂടി ഷാർപ്പായിരിക്കും. ഓൾമോസ്റ്റ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽസ്, അല്ലെങ്കിൽ നമ്മുടെ സിമെന്റഡ് കാർബൈഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പിലാണ് ഇതിന്റെ ഷേപ്പർ ടൂളിന്റെ ബിറ്റ്സ് ശരിക്ക് വരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഷേപ്പിംഗ് ടൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വർക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു, ഒരു സാധാരണ ഷേപ്പിംഗ് ടൂൾസ് എങ്ങനെയൊക്കെയാണെന്ന് പറയും. നൗ ലെറ്റ്സ് ഗോ ടു ഷേപ്പിംഗ് മെഷീൻ ഓപ്പറേഷൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓപ്പറേഷൻസ് എങ്ങനെ എന്ത് പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓപ്പറേഷൻസ് മെഷീനിങ് ഹൊറിസോണ്ടൽ സർഫേസ്, അതായത് ഒരു ഷേപ്പറിൽ നമുക്ക്, അതായത് ഷേപ്പർ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണിത്. മെഷീനിങ് ഹൊറിസോണ്ടൽ സർഫേസ്, മെഷീനിങ് വെർട്ടിക്കൽ സർഫേസ്, മെഷീനിങ് ആംഗുലർ സർഫേസ്, cutting sloots, grooves, keyways, machining splines or cutting gears, and machining irregular surfaces. So ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഒരു ഷേപ്പറിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വേരിയസ് ടൈപ്സ് ഓഫ് ഷേപ്പിംഗ് ഓപ്പറേഷൻസ് എന്നാണ് നമ്മൾ പറയാം. മെഷീനിങ് ഹൊറിസോണ്ടൽ സർഫേസ്, അതായത് ഹൊറിസോണ്ടൽ സർഫേസ്, ഹൊറിസോണ്ടൽ ഷേപ്പിംഗ് എന്ന് പറയും. അതായത് എങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഷേപ്പ് ചെയ്യുന്നു, ലൈക്ക് ഹൊറിസോണ്ടൽ ഷേപ്പിംഗ് ഓപ്പറേഷൻസ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ്, ഓക്കെ, പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫേസ് ഓൺ ദ വർക്ക് പീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ട് ഇസ് അഡ്ജസ്റ്റഡ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡെപ്ത് ഓഫ് കട്ട് ബൈ റൊട്ടേറ്റിംഗ് ദ ഡൗൺ ഫീഡ് സ്ക്രൂ ഓഫ് ദ ടൂൾ. അല്ലെ, നമ്മൾ പല ടൈപ്പ് ഓഫ് ഫീഡിങ്, അല്ലെ, ഡൗൺ ഫീഡ്, ക്രോസ് ഫീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് ഓരോ പ്രാവശ്യം കൊടുക്കുന്നത് ബൈ റൊട്ടേറ്റിംഗ് ദ ഡൗൺ ഫീഡ് സ്ക്രൂ ആണ്. ഓൾമോസ്റ്റ് ഒരു മെഷീനിങ്ങിൽ നമ്മൾ സാധാരണ ഹൊറിസോണ്ടൽ സർഫേസ് എങ്ങനെ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഷേപ്പിംഗ് എന്ന് വിളിക്കുന്നത്. വേർട്ടിക്കൽ ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ സർഫേസിന് ഷേപ്പ് ചെയ്യുന്നത്, അല്ലെ, ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന സർഫേസിനായിരിക്കും വേർട്ടിക്കൽ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് മെഷീനിങ് വേർട്ടിക്കൽ സർഫേസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള സർഫേസ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അനദർ ഷേപ്പിംഗ് ഓപ്പറേഷൻ. അതായത് ഷേപ്പറിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹൊറിസോണ്ടൽ സർഫേസ് ചെയ്യാം, പിന്നെ വേർട്ടിക്കൽ സർഫേസ് ചെയ്യാം. Vertical shaping operations are used to produce grooves, keyways, parting offs in a vertical surface. എന്തും ഈ പറയുന്ന കാര്യങ്ങൾ എന്തും നമുക്കൊരു വേർട്ടിക്കൽ സർഫേസിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിനെയാണ് വേർട്ടിക്കൽ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ സർ. ഇപ്പോൾ ഈ നമ്മൾ ഡൗൺ ഫീഡ് സ്ക്രൂ എന്ന് പറയുന്നില്ലേ, ഡൗൺ ഫീഡ് എന്ന് പറയുന്നത്, ഡൗൺ ഫീഡ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ ഡൗൺ ഫീഡ് ഈസ് ഫീഡ് സ്ക്രൂ ഓഫ് ദ ടൂൾ ഹെഡ് ഈസ് റൊട്ടേറ്റിംഗ്. അത് മനസ്സിലാവുന്നില്ലേ? ഡൗൺ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്രോസ് ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് ഡൗൺ ഫീഡ്, എന്താണ് ക്രോസ് ഫീഡ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ട്, ഈ ടേബിള് കുറച്ച് കൈയിനെ കൊണ്ട് ജസ്റ്റ് ഇനീഷ്യലി നമ്മൾ കൈയിനെ കൊണ്ട് ക്രോസ് ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് ചെറുങ്ങനെ ടേബിളിന്റെ മൂവ്മെന്റ്, അല്ലെ, ക്രോസ് ഫീഡ് ഓഫ് ദ ടേബിൾ ഇസ് ഗിവൺ ഇനീഷ്യലി, ജസ്റ്റ് കുറച്ച്. സോ ആഫ്റ്റർ ദാറ്റ് ഒരു കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പവർ ഫീഡ് കൊടുക്കാം. ഇറ്റ് ഇസ് എംപ്ലോയ്ഡ് ബൈ പവർ ഫീഡ്. ഓക്കെ,
അങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഷേപ്പിങ്ങിൽ ചെയ്യുന്നത്. ഈവൻ വെർട്ടിക്കൽ ഷേപ്പിങ്ങിൽ ജസ്റ്റ് ഡൗൺ ഫീഡ് സ്ക്രൂവിൻ്റെ ഹാൻഡിലിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും. സെയിം വേ ആണ് നമുക്ക് ഷേപ്പിങ്ങിൽ, അതായത് വെർട്ടിക്കൽ ഷേപ്പിങ്ങിൽ ഹൊറിസോണ്ടൽ ഷേപ്പിങ്ങിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് പൊസിഷൻ ഓഫ് ദ ടൂൾ, അല്ലെ, ടൂളിന്റെ സെറ്റ് ചെയ്യുന്ന പൊസിഷനാണ് വ്യത്യാസം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൊറിസോണ്ടൽ ഷേപ്പറും വെർട്ടിക്കൽ ഷേപ്പറും തമ്മിലെ വ്യത്യാസം നമ്മൾ നോക്കിയതല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പർ, അല്ലെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയതാണ്. എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ഷേപ്പർ ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ ഷേപ്പർ ഉണ്ടാവുക. ലൈക്ക് വൈസ് ഹൊറിസോണ്ടൽ സർഫേസ് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു, വെർട്ടിക്കൽ സർഫേസ് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ മെഷീനിങ് ആംഗുലാർ സർഫേസ്, അല്ലെ. ആംഗുലാർ സർഫേസ്, ആംഗുലാർ ഷേപ്പിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ്, നമുക്കൊരു സ്വെൽ ബേസ് ഉണ്ടാവും, അല്ലെ. ആ ഒരു സ്വെല്ല് നമുക്ക് റിക്വയർഡ് ആംഗിളിൽ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ബിവൽ ഷേപ്പ്ഡ് സർഫേസിൽ ഡോവ് ടെയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫേസ്, അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന തന്നെയാണ് നമ്മളെ ആംഗുലാർ മെഷീനിങ് സർഫേസ് എന്ന് പറയുന്നത്. അതായത് മെഷീനിങ് ആംഗുലാർ സർഫേസസ്. ഓക്കെ, ആംഗുലാർ ആയിട്ടുള്ള സർഫേസസ് മെഷീൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ദെൻ കട്ടിങ് സ്ലോട്ട്സ്, ഗ്രൂവ്സ് ആൻഡ് കീവേസ്. ഒരു ഗ്രൂവ്സ് അല്ലെങ്കിൽ സ്ലോട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ പാർട്ടിങ് ഓഫ് എന്ന് പറയുന്ന ടൂള് പർട്ടിക്കുലർലി ഉപയോഗിക്കുന്നത്, അല്ലെ. പാർട്ടിങ് ഓഫ് ടൂൾ, പാർട്ടിങ് ടൂൾ. സോ പാർട്ടിങ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൂവ്സ്, സ്ലോട്ട്സ്, കീവേസ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ്, അതായത് ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. നൗ മെഷീനിങ് സ്പ്ലൈൻസ് ഓർ കട്ടിങ് ഗിയേഴ്സ്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഗിയർ കട്ടിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അല്ലെ. ഗിയർ ഹൗ വർക്ക് പീസ് ഒരു രണ്ട് സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വി വിൽ ഹാവ് എ ഇൻഡെക്സ് പ്ലേറ്റ് ആൻഡ് നോർമൽ ഗിയർ കട്ടിങ്. ഓഫ്കോഴ്സ് അത് നമുക്ക് ഷേപ്പിങ്ങിൽ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. ആൻഡ് ഇറഗുലർ കട്ടിങ്, സാധാരണ ഒരു ഫോമിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇറഗുലർ ആയിട്ടുള്ള കട്ടിങ്, അതായത് കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് ആയിട്ടുള്ള ഷേപ്സ് ഒരു ഇറഗുലർ സർഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ബൈ യൂസിങ് എ ഡിഫറെൻറ്റ് നോസ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ പല രീതിയിലുള്ള നോസ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇറഗുലർ സർഫേസ് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഷേപ്പിംഗ് മെഷീൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെഷീൻ ഓപ്പറേഷൻസ് ഇൻ ഷേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what you have to do is list these types of machining operations. ഇത്രയും ഓപ്പറേഷൻസ് നമുക്കൊരു ഷേപ്പറിൽ ചെയ്യാൻ പറ്റും. ആൻഡ് എ ഫ്യൂ അബൌട്ട് ഓൾ. അപ്പം ഹൊറിസോണ്ടൽ എങ്ങനെ, വെർട്ടിക്കൽ എങ്ങനെ, ആംഗുലാർ എങ്ങനെ. ഇപ്പോൾ കട്ടിങ് സ്ലോട്ട്സ് ആൻഡ് ഗ്രൂവ്സ് ആണെങ്കിൽ ഇൻ എ ഷേപ്പർ ജസ്റ്റ് പാർട്ടിംഗ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് ഗ്രൂവ്സ്, സ്ലോട്ട്സ് ആൻഡ് കീവേ ഓപ്പറേഷൻസ് എന്ന് എഴുതുക, റിജിഡ് ആയിരിക്കും എന്ന് എഴുതുക. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു വേർട്ടിക്കൽ ഷേപ്പിങ്ങിലാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഹൗ ഈ ഒരു വേർട്ടിക്കൽ സർഫേസസിൽ ഗ്രൂവ്സും കീവേസും പാർട്ടിങ് വേർട്ടിക്കൽ സർഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വേർട്ടിക്കൽ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. സോ എസൈഡ് ഈ ഒരു ഫീഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ലൈക്ക് വൈസ് ആ ഒരു രീതിയിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ this much of operations can be performed in a shaper. Okay, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ. സോ വർക്ക് പീസ് ഇത് ഇത്രയും നമ്മൾ ഒരു ഷേപ്പറിനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പം നമ്മളൊരു ഷേപ്പർ എന്ന് പറയുന്ന എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെ. നമ്മളൊരു ലെയ്ത്ത് സ്പെസിഫൈ ചെയ്തു, അതേപോലെ ഒരു ഷേപ്പർ എന്ന് പറയുന്നത് എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ലൈക്ക് സെയിം ലൈക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്, അതായത് സ്ട്രോക്ക് ലെങ്ത്, അല്ലെ. സ്ട്രോക്കിന്റെ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ. മേലെ ഒരു ലിവർ ഉണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് സ്ട്രോക്ക് എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്, മാക്സിമം സ്ട്രോക്ക് ലെങ്ത്, ആൻഡ് റേഷ്യോ ഓഫ് കട്ടിംഗ് സ്ട്രോക്ക് ടൈം ടു റിട്ടേൺ സ്ട്രോക്ക് ടൈം. അതായത് റിട്ടേൺ സ്ട്രോക്കും കട്ടിംഗ് സ്ട്രോക്കും. ഫോർവേഡ് സ്ട്രോക്ക് ഈസ് എ കട്ടിംഗ് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് ഈസ് അല്ലെ കട്ടിംഗ് ഇല്ലാത്ത ഒരു സ്ട്രോക്ക്, ഐഡിയൽ സ്ട്രോക്ക് എന്ന് പറയാം, റിട്ടേൺ സ്ട്രോക്ക്. അപ്പം ഈ റേഷ്യോ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ദെൻ പവർ റിക്വയർഡ്, സ്പേസ് റിക്വയർഡ്, വെയിറ്റ് ഓഫ് ദ മെഷീൻ. ഇത്രയാണ് ഒരു ഷേപ്പറിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഷേപ്പർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ
മെഷീനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഷേപ്പർ എന്താണ്, ഷേപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പേഴ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പേഴ്സ് അല്ലെ, എത്ര ഷേപ്പേഴ്സ് ഉണ്ട്, പാർട്സ് ഓഫ് എ ഷേപ്പർ, ദെൻ ഹൗ എ ഷേപ്പർ അല്ലെ, ഷേപ്പർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മെക്കാനിസം അല്ലെ, മെക്കാനിസംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസംസ് ഇൻ എ ഷേപ്പർ, ഹൗ ദിസ് റാമിന്റെ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ. ദെൻ ഫീഡ് മെക്കാനിസം, വർക്ക് ഹോൾഡിംഗ് ടൂൾസ്, ടൂള് നമ്മൾ ടൂൾ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യും അല്ലേ, ടൂള്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ്, ഡിഫറെൻറ്റ് മെഷീൻസ്, മെഷീനിങ് ഓപ്പറേഷൻസ് ഇൻ ഷേപ്പർ. അപ്പം നിങ്ങൾ ഇത്രയാണ് നമ്മൾ ഷേപ്പറിനെ കുറിച്ച് പഠിച്ചത്. നൗ വി വിൽ ഗോ ഇൻ ടു സ്ലോട്ടർ. എന്താണ് സ്ലോട്ടർ? സ്ലോട്ടിംഗ് മെഷീൻ. സ്ലോട്ടറും ഷേപ്പറും തമ്മിലുള്ള, അല്ലാതെ ഷേപ്പർ മെഷീനും ഷേപ്പിംഗ് മെഷീനും സ്ലോട്ടിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഷേപ്പറിൽ ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്താണ് ഷേപ്പർ, ഷേപ്പർ മെഷീൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് സ്ലോട്ടിംഗ് മെഷീനിലോട്ട് പോവാം. എന്താണ് ഒരു സ്ലോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്? സോ സ്ലോട്ടർ, നമ്മൾ ഷേപ്പർ, സ്ലോട്ടർ, പ്ലാനർ എന്നാണ് പൊതുവെ പറയാം. ഓക്കെ, ഷേപ്പർ, സ്ലോട്ടർ ആൻഡ് പ്ലാനർ. സോ എന്താണ് സ്ലോട്ടർ എന്നാണ്? ഓക്കെ, സ്ലോട്ടർ ഈസ് ഓൾസോ വൺ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് മെഷീൻ ടൂൾ തന്നെയാണ് സ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സ്ലോട്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഷേപ്പറാണെന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അതായത് വേർട്ടിക്കൽ ഷേപ്പിംഗ് മെഷീൻ വേർ സിംഗിൾ പോയിന്റ് ടൂൾ റെസിപ്രോക്കേറ്റ്സ്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ, സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ. സോ ഇനി സ്ലോട്ടർ റാം റെസിപ്രോക്കേറ്റ്സ് വേർട്ടിക്കലി. ഓക്കെ, വെർട്ടിക്കലായിട്ട് ഒരു റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഷേപ്പർ എന്ന് വിളിച്ചത് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഷേപ്പറിനെയാണ് നമ്മൾ സ്ലോട്ടർ എന്ന് പറയുന്നത്. So vertical shaping machine where single point cutting tool reciprocates vertically. Okay, so cutting on downward stroke and upward stroke being ideal. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു സാധാരണ ഒരു വെർട്ടിക്കൽ ഷേപ്പർ നമുക്ക് റാം താഴോട്ടേക്ക് വരുമ്പോൾ കട്ടിങ് സ്ട്രോക്ക്, മേലോട്ടേക്ക് വരുമ്പോൾ റിട്ടേൺ സ്ട്രോക്ക്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കട്ടിങ് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക്. അപ്പോൾ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് വേർട്ടിക്കലിയാണ്. ഇത്രയും റാം ഹൊറിസോണ്ടൽ ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ റാം ഹൊറിസോണ്ടൽ അല്ലെ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് ഉണ്ടാകുക. വെർട്ടിക്കൽ ഷേപ്പർ എന്ന് പറഞ്ഞാൽ റാമിന് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകുക. ആ ഒരു പർട്ടിക്കുലർ മെഷീനെയാണ് നമ്മൾ സ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ലോട്ടർ മെഷീൻ ഈസ് യൂസ്ഡ് ടു മെഷീൻ ഫ്ലാറ്റ് സർഫേസസ്, grooves, different cylindrical surfaces or irregular surfaces. Any work table specified for ട്രാൻസ്വേഴ്സ് ലോങ്itudinal റോട്ടറി മൂവ്മെന്റ്. വർക്ക് ടേബിളിന് ഏതൊരു മൂവ്മെന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആവാം. ലോങ്ങർ സ്ട്രോക്ക് ലെങ്ത്, അതായത് സാധാരണ ഒരു ഷേപ്പറിനേക്കാളും ലോങ്ങർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ലെങ്ത് നമുക്ക് വെർട്ടിക്കൽ ഷേപ്പിങ്ങിൽ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ ഷേപ്പർ ഉണ്ടാവുക. കാണാൻ പറ്റുന്നില്ലേ? ഇതൊരു വെർട്ടിക്കൽ ഷേപ്പാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോളം അല്ലെ, കോളത്തിന് മേലെ ഒരു ടേബിൾ. സോ ദിസ് ഇസ് എ ഡ്രൈവിംഗ് മെക്കാനിസം അല്ലെ, ഒരു ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ട്. ഈ റാം ഉണ്ടോ, റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, വേർട്ടിക്കലി ഡൗൺവേർഡ് ആണെങ്കിൽ കട്ടിങ്, അപ്വേർഡ് ആണെങ്കിൽ ഐഡിയൽ. ഓക്കെ, actually working principle is like job is held in a vise or a clamp അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ജോബ് ഹോൾഡ് ചെയ്യുന്നു. ടൂൾ is held in the tool post. ram hold the tool reciprocating vertically. Tool cuts the material in forward stroke, return stroke is ideal. So feed എന്ന് പറയുന്നത് ക്രോസ് ഓർ റോട്ടറി മൂവ്മെന്റ് ഓഫ് ദ ടേബിളിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ്. നൗ ലെറ്റ്സ് സീ പാർട്സ് ഓഫ് എ സ്ലൂട്ടർ. എന്താണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ സ്ലൂട്ടർ, അല്ലെ സ്ലൂട്ടറിന്റെ പാർട്സ് എന്തൊക്കെയാണ്? സെയിം ഒരു ഷേപ്പറിന് ഉണ്ടാകുന്ന സെയിം പാർട്സ് ഒക്കെ തന്നെയാണ് സ്ലൂട്ടറിന് ഉണ്ടാകുന്നത്. ദേ ഹാവ്
ബേസ്, കോളം, സാഡിൽ, റോട്ടറി ടേബിൾ, റാം, ടൂൾ ഹെഡ് അല്ലേ, സെയിം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്ലോട്ടറിന്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഹെവി പാർട്സ് അല്ലെ, ഹെവി പാർട്ട് ഓഫ് എ കാസ്റ്റ് അയൺ ഹെവി കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു ബേസ് ആണ് നമുക്ക് ഉണ്ടാവുക നോർമലി, വിച്ച് സപ്പോർട്ട്സ് കോളം ആൻഡ് സാഡിൽ അല്ലെ. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി ലോഡ് അല്ലെ, അതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോളം എന്ന് പറയുന്നത് ഒരു സ്ലോട്ടറിന്റെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഇറ്റ് ഹൗസസ് ഡിഫറെന്റ് മെക്കാനിസം അല്ലെ, ഹൗസസ് ഡിഫറെന്റ് ഡ്രൈവിംഗ് മെക്കാനിസംസ് ഓഫ് റാം, ഫീഡ് മെക്കാനിസംസ് എല്ലാം നമ്മൾ കോളത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ കോളം ഈസ് ഓപ്പൺ അല്ലെ, ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കാസ്റ്റിംഗ് അല്ലെ ആണ്, നമ്മൾ കാസ്റ്റ് ബോഡിയാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ മാസീവ് ഏരിയ അല്ലെ, കാരണം ഇത്രയും മെക്കാനിസംസ് ഒക്കെ ഈ കാസ്റ്റ് ബോഡിയുടെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് കോൾഡ് കോളം, വെർട്ടിക്കൽ മെമ്പർ ഇന്റഗ്രലി വിത്ത് ബേസ് ആൻഡ് ഹൗസസ് ദ ഡ്രൈവിംഗ് മെക്കാനിസം ഓഫ് റാം ആൻഡ് ഫീഡിംഗ് മെക്കാനിസം. കാസ്റ്റ് അയൺ ബോഡിയാണ്, മാസീവ് ഏരിയ. ഓക്കെ, ഇനി ടേബിൾ അല്ലെ, ടേബിൾ സർക്കുലർ വൺ മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്രോസ് സ്ലൈഡ്. നമുക്ക് കോളം ഉണ്ടാവും, കോളത്തിൽ ക്രോസ് സ്ലൈഡിന്റെ ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അതിന്റെ ക്രോസ് സ്ലൈഡിന് മേലെയായിട്ട് വരുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് നമുക്ക് സ്ലോട്ടറിന് ഉണ്ടാവുക. ഓക്കെ, ടീ സ്ലോട്ട്സ് ആർ കട്ട് ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ഹോൾഡിംഗ് ഓഫ് ദ വർക്ക് പീസ്. അപ്പം ടീ സ്ലോട്ട്സ് അല്ലെ, അപ്പോൾ നമുക്കൊരു സർക്കുലർ മൗണ്ടഡ്, അതായത് സർക്കുലർ ആയിട്ടുള്ള ഒരു ടേബിള് സാഡിലിന്റെ മേലെ വെച്ചിട്ടാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ലോട്ടർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ സർ. ഇപ്പോൾ ഈ ഒരു സർക്കുലർ ടേബിളിന് നമുക്കൊരു ടീ സ്ലോട്ട് ഉണ്ടാവും. ടീ സ്ലോട്ട്സ് ആർ കട്ട് ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ടോപ്പ് ഫേസ് അല്ലെ, ടോപ്പ് ഫേസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ഒരു സർക്കുലർ ടേബിളിന്റെ മേലെ ചെറിയൊരു സ്ലോട്ട് ഉണ്ടാവും, ടീ സ്ലോട്ട്. ഓക്കെ, ഇറ്റ് ഹാസ് എ ടീ സ്ലോട്ട് ഓൺ ദ ടോപ്പ് എന്നാണ് പറയാം. അങ്ങനെ ആ ഒരു വേർഡ് എഴുതിയാൽ മതി, ടീ സ്ലോട്ട്, ചെറിയൊരു ടീ സ്ലോട്ട് ഉണ്ടാവും. ഈ ടീ സ്ലോട്ട് ഒരു വർക്ക് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ടീ സ്ലോട്ട്സ് നമുക്ക് ക്ലാമ്പ് ഒക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം ടീ സ്ലോട്ട്സ്. ദ ബോട്ടം ഓഫ് ദ ടേബിൾ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ഡിഗ്രീസ്. നമുക്കൊരു ടേബിളിന്റെ താഴെ ഇങ്ങനെ നമുക്ക് ടേബിൾ തിരിക്കാൻ പറ്റൂല, സ്വെൽ ചെയ്യാൻ പറ്റൂല. അപ്പം ആംഗിൾ ഓഫ് റൊട്ടേഷന്റെ മെഷർമെന്റ് എടുക്കണമെങ്കിൽ സാധാരണ സ്വെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ. ഓക്കെ, മാർക്കിങ്സ് ഉണ്ടാവും ഒരു ടേബിളിന്റെ അടിയിൽ. ഇനി റാം ആൻഡ് ടൂൾ ഹെഡ് അല്ലെ, അസംബ്ലി, അതായത് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഓഫ് എ സ്ലോട്ടർ എന്ന് പറയാം അല്ലെ. നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിനെയാണ് നമുക്ക് റാം ആൻഡ് ടൂൾ ഹെഡ് അല്ലെ അസംബ്ലി എന്ന് പറയുന്നത്. ഒരു വർട്ടിക്കൽ ഗൈഡ് വേ ഉണ്ട് അല്ലെ, കോളത്തിന് മേലെ. നമുക്ക് സാധാരണ ഷേപ്പറിൽ എങ്ങനെയായിരുന്നു ഉള്ളത്, രണ്ട് ഗൈഡ് വേസ് ഉണ്ട് അല്ലെ. കോളത്തിന് മേലെ ഒരു ഗൈഡ് വേ, സൈഡിൽ ഒരു ഗൈഡ് വേ. മേലത്തെ ഗൈഡ് വേയിലായിരുന്നു ഹൊറിസോണ്ടൽ ഷേപ്പറിൽ എന്ത് സ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്നത്, ടോട്ടൽ റാം അല്ലെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. വെർട്ടിക്കൽ ഗൈഡ് വേയിലായിരുന്നു എന്ത് സ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ വർക്ക് സെറ്റപ്പ്, അതായത് ക്രോസ് സ്ലൈഡ്, പിന്നെ ടോട്ടൽ അതിന്റെ ക്രോസ് റെയിൽ അല്ലെ, കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയാണ് ഷേപ്പറിൽ. നൗ വെൻ ഇറ്റ് കംസ് ടു സ്ലൂട്ടർ, റാം ആൻഡ് ടൂൾ ഹെഡ് സ്ലൈഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗൈഡ് വേസ് ഓഫ് ദ കോളം. ഗൈഡ് വേസ് ഓഫ് ദ കോളത്തിന്റെ ഗൈഡ് വേസിൽ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഗൈഡ് വേസിലാണ് നമ്മൾ റാം അല്ലെങ്കിൽ ടൂൾ ഹെഡ് സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ മൂവ്സ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ഗൈഡ് വേസ് ലൊക്കേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോളം, കോളത്തിന് ഫ്രണ്ട് ആയിട്ടുള്ള ഭാഗത്തില്. സോ ടൂൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് ബോട്ടം ആൻഡ് ഓൺ ദ ടൂൾ ഹെഡ് അല്ലെ, ടൂൾ ഹെഡിന് താഴെയായിട്ട് ടൂൾ സപ്പോർട്ട് ചെയ്യും. സോ പൊസിഷൻ ഓഫ് ദ സ്ട്രോക്ക് ഈസ് ചേഞ്ച്ഡ് യൂസിങ് സ്ലോട്ട്സ് കട്ട് ഓൺ ദ ബോഡി ഓഫ് ദ റാം. ഓക്കെ, നമുക്ക് സ്ട്രോക്കിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമുക്ക് ഷേപ്പറിലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ്, നമുക്കൊരു ടൂൾ ഹോൾഡർ വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് നമുക്ക് ഒരു സ്ലോട്ടർ ഓപ്പറേഷനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് റാം ആൻഡ് ടൂൾ ഹെഡ് അസംബ്ലി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് റാമും ടൂൾ ഹെഡ് അസംബ്ലി അല്ലെ ആ ഒരു പാർട്ട്.
ഇനി സാഡിൽ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു പാർട്ടാണ് അല്ലെ. സാഡിൽ മൂവ്സ് ഓൺ ദ ഗൈഡ് വേസ് അല്ലെ, മൂവ്സ് ഓൺ ദ ഗൈഡ് വേസ്, അല്ലെങ്കിൽ മൗണ്ടഡ് ഓൺ ദ ഗൈഡ് വേസ് എന്ന് പറയാം അല്ലെ. പ്രൊവൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ലോട്ടിംഗ് മെഷീൻ. അപ്പം നമുക്കൊരു സാഡിൽ വെച്ചിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഫീഡ് മൂവ്മെന്റ് കൊടുക്കാൻ പറ്റും. ലൈക്ക് ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡും ഉണ്ടാവും, ക്രോസ് ഫീഡും ഉണ്ടാവും. അപ്പോൾ സാഡിലാണ് നമുക്ക് ഫീഡിന് വേണ്ടി സഹായിക്കുന്നത്. അതായത് ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നത് ത്രൂ ഗൈഡ് വേസ് ചെയ്യുന്നത് ഈ സാഡിലാണ്, ടോട്ടൽ മൂവ്മെന്റ്. സോ സാഡിൽ ഇസ് ദാറ്റ് പാർട്ട് വിച്ച് മൂവ്സ് ഓൺ ദ ഗൈഡ് വേസ് പ്രൊവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് ദ മെഷീൻ. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെന്റ് നമുക്ക് ഫീഡിന്റെ മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നത് സാഡിലിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് അല്ലെ. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് എ സ്ലോട്ടർ. ഓക്കെ ഓക്കെ അല്ലേ? ജസ്റ്റ് നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഒരു സ്ലോട്ടറിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ ആദ്യം പറയാം. ഒരു സാധാരണ ഷേപ്പറിന് ഉണ്ടാവുന്ന ഒരു ഏകദേശം സെയിം ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ് ഒരു സ്ലോട്ടറിന് ഉണ്ടാവുക. മാക്സിമം സ്ട്രോക്ക് ലെങ്ത്, diameter of the rotary table, maximum travel of saddle and cross slide, പവർ അല്ലെ, നെറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു പവർ റിക്വയർഡ്, വെയിറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞു. സെയിം വേ നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ, പവർ റേറ്റിംഗ് ഓഫ് ദ മോട്ടോർ, ഞാൻ കുറച്ച് അല്ലെ, ഫ്ലോർ ഏരിയ റിക്വയർഡ്, നമ്പർ ആൻഡ് എമൗണ്ട്സ് ഓഫ് ഫീഡ്സ്. ദീസ് ആർ ദ സ്ലോട്ടർ സ്പെസിഫിക്കേഷൻ. ഈ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്താണ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? ഇപ്പോ ലൈക്ക് ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇപ്പൊ നമ്മുടെ മൊബൈൽ അല്ലെ, മൊബൈലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ലേ? അതായത് ഇത്ര ലെങ്ത് അല്ലെ, ഇത്ര വെയിറ്റ്, ഇത്ര പവർ അല്ലെ, ഇത്രേന്റെ ബാറ്ററിയാണ്, നമ്മൾ 400 mAh ബാറ്ററിയാണ് അല്ലെ. നമുക്കൊരു സ്പെസിഫിക്കേഷൻ അല്ലേ അല്ലെ? ഒരു ടൂൾ, ഒരു സാധനത്തിനെ സ്പെസിഫൈ ചെയ്യാന്നുള്ള അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ ടൂൾ അല്ലെ. ദീസ് ആർ മെഷീൻ ടൂൾസ്, ഡിഫറെന്റ് മെഷീൻ ടൂൾസ്. അതായത് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ സെറ്റപ്പിനെയാണ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് അല്ലെ. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ടൂൾ ആൻഡ് ഹൗ എ മെഷീൻ ടൂൾ ഈസ് സ്പെസിഫൈഡ് എന്നുള്ളതാണ്. അപ്പം ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും. ലെയ്ത്തിന് എന്ന് പറയുന്നത് അല്ലെ, ലെങ്ത് ബിറ്റ്വീൻ സെന്റേഴ്സ് അല്ലെ, ബേസിൽ നിന്ന് സെന്റേഴ്സിലോട്ടുള്ള ദൂരം, ഏറ്റവും കൂടുതൽ മാക്സിമം ലെങ്ത് ഓഫ് ദ അല്ലെ, ലെങ്ത് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഒരു ബാർ അല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ വർക്ക് പീസ് നമുക്ക് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ സെന്റേഴ്സ് ആണ്. സോ ആ സെന്റേഴ്സ് അല്ലെ വെച്ചിട്ടാണ്. പിന്നെ ഒരു ഫ്ലോർ ഏരിയ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് വൈസ് സ്ലോട്ടറിന് ഉണ്ടാകുന്ന സ്പെസിഫിക്കേഷൻ ആണ് സെയിം വേ. മാക്സിമം സ്ട്രോക്ക് ലെങ്ത്, ഡയമീറ്റർ ഓഫ് ദ റോട്ടറി ടേബിൾ അല്ലെ. റോട്ടറി ടേബിൾ ആണ് ആക്ച്വലി ഒരു സ്ലോട്ടറിന് ഉണ്ടാവുന്നത്. ഓക്കെ, അതിനൊരു ഈ സ്ലോട്ടറിന്റെ ടേബിളിന്റെ മേലെ ഒരു ചെറിയൊരു ടീ സ്ലോട്ട് ആയിട്ടുണ്ടാവും. അത് നമുക്കൊരു വർക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് സ്ലോട്ടർ. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്ലോട്ടറിന്റെ പാർട്സിൽ ഓട്ടോമാറ്റിക് ഫീഡും കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്, മെക്കാനിസം. സോ സ്ലോട്ടർ എന്താണ്? ഒരു സ്ലോട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവുന്നില്ല അല്ലെ. ഒരു വെർട്ടിക്കൽ ഷേപ്പറിനെയാണ് നമ്മൾ സ്ലോട്ടറിന് പറയുക. അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരു വെർട്ടിക്കൽ സാധാരണ ഒരു ഷേപ്പറും സ്ലോട്ടറും തമ്മിൽ മെക്കാനിസത്തിൽ ഒരു അത്ര വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ആ ഫീഡിങ് മെക്കാനിസത്തിൽ ഉണ്ടാവും, ബട്ട് ലൈക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഷേപ്പറിൽ എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ള ഡിഫറൻസ് ഉണ്ടാവില്ലേ? ആ ഡിഫറൻസ് മാത്രമേ നോർമലി ഒരു ഫ്ലോട്ടിംഗ് മെഷീനിലും ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഒരു വെർട്ടിക്കൽ ഷേപ്പറിനാണ് നമ്മൾ സ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ മെക്കാനിസവും എത്ര ടൈപ്പ് ഓഫ് സ്ലോട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പഠിക്കാം. ഓക്കെ ഓക്കെ സാർ.